നമസ്കാരം. ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. ദേശീയപാതയിൽ ഇന്ന് മണ്ണിടിഞ്ഞത് കണ്ണൂർ കുപ്പത്ത്. ചെളിയും വെള്ളവും വീടുകളിലേക്ക് ഒലിച്ചെത്തി. പ്രതിഷേധിച്ച് നാട്ടുകാർ. കാസർഗോഡ് മാവുങ്കലിന് സമീപം ദേശീയപാതയിൽ വിള്ളൽ. ചാവക്കാട് മണത്തലിയിലെ വിള്ളൽ ടാറിട്ട് തിടുക്കത്തിലടച്ചു. വാർത്ത പുറത്തായതോടെ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടി. കൂരിയാട് ഇന്നലെ ദേശീയപാത തകർന്നത് മണ്ണിന്റെ ഘടന മൂലമാകാമെന്ന സംശയം. ദേശീയപാത വിദഗ്ധ സംഘം പരിശോധന നടത്തി. കരാറുകാർക്കെതിരെ നടപടി ഉറപ്പെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ദേശീയപാത അതോറിറ്റി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. തലസ്ഥാനത്തെ സ്മാർട്ട് സിറ്റി റോഡുകളെ ചൊല്ലി മന്ത്രിമാർക്കിടയിൽ കലഹം. അംഗീകാരം പൊതുമരാമത്ത് വകുപ്പ് തട്ടിയെടുത്തെന്ന് തദ്ദേശ വകുപ്പ്. ഫ്ലക്സുകളിൽ നിറഞ്ഞു നിന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് മാത്രം. മുഖ്യമന്ത്രിയെ നേരിട്ട് അതൃപ്തി അറിയിച്ച് MP രാജേഷ്. പാക് ഭീകരത തുറന്നുകാട്ടാൻ സർവകക്ഷി സംഘങ്ങൾ യാത്ര തിരിച്ചു. സഞ്ജയ് ഝാ നയിക്കുന്ന സംഘം ജപ്പാനിലേക്ക്. സംഘത്തിൽ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ 8 പേർ. UAE-യിലേക്കുള്ള സംഘത്തിന്റെ യാത്ര രാത്രി 9-ന്. മൂന്നര വയസ്സുകാരിയെ കൊന്നത് ആസൂത്രിതമെന്ന് പോലീസ്. സന്ധ്യ ആദ്യം ലക്ഷ്യമിട്ടത് കുഞ്ഞിനെ പെരിയാറിൽ തള്ളാൻ. സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് ഭർത്താവ് സുഭാഷ്. വിശദമായ മൊഴിയെടുത്ത് പോലീസ്. 4 ദിവസത്തിനുള്ളിൽ കാലവർഷമെത്തും. അടുത്ത 5 ദിവസവും വ്യാപക മഴ പെയ്തേക്കും. കാസർഗോഡും കണ്ണൂരും ഓറഞ്ച് അലർട്ട്. കർണാടക ഗോവ തീരത്തെ ചക്രവാത ചുഴി തീവ്ര ന്യൂനമർദ്ദമാകാമെന്നും മുന്നറിയിപ്പ്. മലപ്പുറം കാളികാവിലെ ആളെക്കൊല്ലി കടുവയെ കണ്ടെത്തി. ദൌത്യസംഘം പ്രദേശത്തേക്ക്. കടുവ ഉള്ളത് കേരള എസ്റ്റേറ്റ് മേഖലയിൽ. IPL പ്ലേ ഓഫിലെ 4ാമത്തെ ടീമാകാൻ മുംബൈ ഇന്ത്യൻസ്. ഇന്ന് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. തോറ്റാൽ ഡൽഹി പുറത്ത്. മത്സരം രാത്രി 7:30-ന് വാങ്കിഡയിൽ. വിശദമായി നോക്കാം. കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് കുപ്പത്ത് ദേശീയപാത നിർമ്മാണ മേഖലയിൽ മണ്ണിടിഞ്ഞ് വെള്ളവും ചെളിയും സമീപത്തെ വീടുകളിലേക്ക് ഒലിച്ചെത്തി. ഇതോടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് മണ്ണിടിയാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. തളിപ്പറമ്പിനടുത്ത് കുപ്പത്ത് ദേശീയപാതയിലാണ് മണ്ണിടിഞ്ഞത്. കനത്ത മഴയിൽ ചെളിയും മണ്ണും സമീപത്തെ വീടുകളിലും റോഡുകളിലേക്കും ഒലിച്ചെത്തി. ഇതാണ് പ്രദേശവാസികളെ ചൊടിപ്പിച്ചത്. ദേശീയപാത 66-ന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ചെളിയും മണ്ണും ഒഴുകിയെത്താൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. എന്തുറപ്പിലാണ് ഇവിടെ താമസിക്കേണ്ടതെന്നും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നുമാണ് ഇവരുടെ ആവശ്യം. പ്രദേശത്ത് 100ഓളം വീടുകളുണ്ട്. ഇന്നലെ പല വീടുകളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ചിരുന്നു. ദേശീയപാത അതോറിറ്റി അധികൃതരുമായി ജില്ലാ കളക്ടർ ചർച്ച നടത്തി. ന്യൂസ് 18 കണ്ണൂർ. മലപ്പുറം കൂരിയാട് ദേശീയപാത 66-ൽ സർവീസ് റോഡ് തകർന്നത് വിദഗ്ധ സംഘം പരിശോധിച്ചു. കാര്യങ്ങൾ വിശദമായി പഠിച്ച ശേഷം 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. യൂത്ത് കോൺഗ്രസ് ദേശീയപാത നിർമ്മാണ കരാറെടുത്ത കമ്പനിയായ KNRL-ന്റെ മലപ്പുറം കോഹിനൂരിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ദേശീയപാത തകർന്നത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ET മുഹമ്മദ് ബഷീർ MP. വൈകുന്നേരം 3:30-യോടെയാണ് ദേശീയപാത അതോറിറ്റി നിയോഗിച്ച വിദഗ്ധ സംഘം കൂരിയാട് എത്തിയത്. ജയ്പൂരിൽ നിന്നുള്ള ഡോക്ടർ അനിൽ ദീക്ഷിത്, കൊച്ചി സ്വദേശി ഡോക്ടർ ജിമ്മി തോമസ് എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ആദ്യം ദേശീയപാതയുടെ മുകൾ ഭാഗത്ത് മണ്ണിടിഞ്ഞ ഇടം സംഘം പരിശോധിച്ചു. തുടർന്ന് ഇടിഞ്ഞുവീണ സർവീസ് റോഡും കണ്ടു.
2 മണിക്കൂറോളം സമയമെടുത്താണ് വിദഗ്ധ സംഘം ആദ്യഘട്ട പരിശോധന പൂർത്തിയാക്കി മടങ്ങിയത്. എല്ലാ റിപ്പോർട്ടുകളും പഠിക്കണം, കാര്യം ഇതിന്റെ ഡിസൈൻ ചെക്ക് ചെയ്യണം, എല്ലാം ചെയ്തിട്ടേ പറയാൻ പറ്റും. ജസ്റ്റ് ഫസ്റ്റ് ഒരു സൈറ്റ് കണ്ടേ ഉള്ളൂ. അതേസമയം വിദഗ്ധ സംഘവും ദേശീയപാത അതോറിറ്റി അധികൃതരും പറയാനുള്ളത് കേട്ടില്ലെന്ന് ആക്ഷേപിച്ച് പ്രദേശവാസികൾ പ്രതിഷേധിച്ചു. സംഘാംഗങ്ങൾ സഞ്ചരിച്ച വാഹനം അല്പസമയം തടഞ്ഞിട്ടു. 2-3 ദിവസം സമയമെടുത്താകും റിപ്പോർട്ട് വിദഗ്ധ സംഘം സമർപ്പിക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിലാകും മേഖലയിലെ തുടർ പ്രവർത്തനങ്ങൾ. ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. കോഹിനൂരിലെ KNRLന്റെ ഓഫീസിലേക്കായിരുന്നു പ്രതിഷേധ പ്രകടനം. കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തി പ്രവർത്തകരെ ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കി. മഴയ്ക്ക് മുൻപ് ദേശീയപാതയുടെ ഗുണനിലവാരം പരിശോധിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ആവശ്യപ്പെട്ടു. നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ പലയിടങ്ങളിലും കേടുപാടുകൾ കണ്ടെത്തുന്നുണ്ട്. എടരിക്കോട് മമ്മാലിപ്പടിയിൽ മേൽപ്പാലപാതയിൽ ടാറിങ്ങിൽ വിള്ളൽ കണ്ടെത്തി. അധികൃതർ ഇത് ഏറെ വൈകാതെ പരിഹരിക്കുകയും ചെയ്തു. ന്യൂസ് 18 മലപ്പുറം. കാസർഗോഡ് ദേശീയപാതയിലും വിള്ളൽ. മാവുങ്കലിന് സമീപം കല്യാൺ റോഡിലാണ് 50 മീറ്ററിലധികം നീളത്തിൽ വിള്ളൽ രൂപപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഇതിന് സമീപത്തായി സർവീസ് റോഡ് ഇടിഞ്ഞു താഴ്ന്നിരുന്നു. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന കല്യാൺ റോഡ് ക്രൈസ്റ്റ് സ്കൂളിന് സമീപത്തായാണ് 53 മീറ്റർ നീളത്തിലും 4 മീറ്റർ വീതിയിലും വിള്ളൽ കണ്ടെത്തിയത്. ഇന്നലെ ഇതിന് സമീപത്തായി സർവീസ് റോഡ് ഇടിഞ്ഞു താഴ്ന്നിരുന്നു. കനത്ത മഴയിലാണ് ദേശീയപാതയിൽ വിള്ളൽ രൂപപ്പെട്ടത്. അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾ ജില്ലാ കലക്ടർ സന്ദർശിച്ചു. ദേശീയപാത പ്രവൃത്തികൾ പുരോഗമിക്കുന്ന ചെറുവത്തൂർ മട്ലായിക്കുന്ന്, വീരമലക്കുന്ന്, ചെങ്കള എന്നിവിടങ്ങളിലും അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്ന് അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇവിടെ പാർശ്വഭിത്തി സംരക്ഷണം ഉറപ്പുവരുത്തി കുന്നിടിച്ചൽ തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് ദേശീയപാത അതോറിറ്റിക്കും നിർമ്മാണ കരാർ കമ്പനികൾക്കും ഇതിനകം നിർദ്ദേശം നൽകി. ഇതിനു പുറമെ ജില്ലാ കലക്ടർ നിയോഗിച്ച ഡെപ്യൂട്ടി കലക്ടറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ദേശീയപാതയുടെ വിവിധ ഭാഗങ്ങളിൽ വിശദമായി പരിശോധന നടത്തി. കാലവർഷവുമായി ബന്ധപ്പെട്ട് ഹൈവേയുടെ ഭാഗമായി പൂർത്തീകരിക്കേണ്ട പ്രവർത്തനങ്ങളുടെ കണ്ടിൻജൻസി പ്ലാൻ തയ്യാറാക്കാനും തീരുമാനിച്ചു. ദുരന്ത സാധ്യത തടയാൻ അടിയന്തര നിർമ്മാണം നടത്തേണ്ട മേഖലകൾ, കാലവർഷത്തിൽ വെള്ളക്കെട്ടുണ്ടാക്കാനിടയുള്ള പ്രദേശങ്ങൾ, ദുരന്ത സാഹചര്യങ്ങൾ തടയാനുള്ള നടപടികൾ, ഗതാഗതം തിരിച്ചുവിടേണ്ടി വന്നാൽ സ്വീകരിക്കേണ്ട നടപടികൾ, അപകട ഭീഷണിയുള്ള കുടുംബങ്ങളെ മാറ്റി താമസിക്കുന്നതിനുള്ള നടപടികൾ, സൂചനാ ബോർഡുകൾ, ക്യാമ്പുകൾ തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുന്നതായിരിക്കും കണ്ടിൻജൻസി പ്ലാൻ. ന്യൂസ് 18 കാസർഗോഡ്. ചാവക്കാട് മണത്തലയിൽ ദേശീയപാത 66 മേൽപ്പാലത്തിന്റെ റോഡിൽ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ റിപ്പോർട്ട് തേടി തൃശൂർ ജില്ലാ കളക്ടർ. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് ദേശീയപാത അധികൃതരോടും പോലീസിനോടും റിപ്പോർട്ട് തേടിയത്. റിപ്പോർട്ട് ലഭിക്കുന്നതിന് അനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു. ഗുരുമന്ദിരത്തിന് മുന്നിൽ നിർമ്മാണത്തിലിരിക്കുന്ന മേൽപ്പാലത്തിന്റെ റോഡിലാണ് 50 മീറ്റർ നീളത്തിൽ റോഡ് വിണ്ടുകീറിയത്. ടാർ ചെയ്തെങ്കിലും ഇതുവഴി വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നില്ല. LDF സർക്കാരിന്റെ വികസന നേട്ടമെന്നാണ് ഇതുവരെ ദേശീയപാത നിർമ്മാണം കൊട്ടിഘോഷിച്ചത്. എന്നാൽ ഇപ്പോൾ റോഡുകൾ ഇടിയുന്നത് പതിവായതോടെ ഉത്തരവാദിത്തം ആർക്കെന്നതാണ് ചർച്ച. മുഖ്യമന്ത്രിയുടെയും മുഹമ്മദ് റിയാസിന്റെയും ഫ്ലെക്സ് വെച്ചവർ ഇപ്പോൾ കേന്ദ്രത്തിന്റെ തലയിൽ വെച്ച് കൈകഴുകുകയാണ്. മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്നതിനു പിന്നാലെ പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസ് നേതാവ് VT ബൽറാമാണ് LDF അഭിമാന പദ്ധതിയായി ഉയർത്തിക്കാട്ടുന്ന വിഷയത്തിൽ ആദ്യ വെടി പൊട്ടിച്ചത്. മറന്നുപോകരുത്, നേരത്തെ പാലം തകർന്നത് കൂളിമാട്, ഇപ്പോൾ റോഡ് മൊത്തം തകർന്നത് കൂരിയാട്. ഇതാണ് ബൽറാമിന്റെ പരിഹാസം. റോഡ് നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിന് പങ്കില്ലെന്ന് മുഖ്യമന്ത്രി കൈകഴുകിയതിനുമുണ്ട് ട്രോൾ. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പഴയ നിലപാടാണ് ആയുധം. പദ്ധതിയുടെ നടത്തിപ്പ് സംസ്ഥാനം നടത്തുന്നതല്ല, സംസ്ഥാനത്തിനല്ല അതിന്റെ ഉത്തരവാദിത്വം. സംസ്ഥാനത്തിന് പ്രവൃത്തി നടത്താനുള്ള യാതൊരു ചുമതലയുമില്ല. കേന്ദ്ര സർക്കാരിന്റെ ദേശീയപാത അതോറിറ്റിയാണ്. സംസ്ഥാന സർക്കാരിന്റെ എഞ്ചിനീയർമാർക്കോ സർക്കാരിനോ ഇതിലൊരു ചുമതലയുമില്ല. ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ഒരു ടീമായി സഞ്ചരിച്ചുകൊണ്ട് പരിശോധിക്കുന്നുണ്ട്. ഞങ്ങൾ ഫീൽഡിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സംസ്ഥാനത്തെ പൊതു
മരാമത്ത് വകുപ്പാണ് ഇതിന്റെ പ്രവൃത്തി, ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത്, ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി. വിഷയത്തിൽ എതിർത്തും അനുകൂലിച്ചും പോസ്റ്റുകൾ നിറയുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാവ് ഇത്തരം പോസ്റ്റുകൾ ഇടുന്നതിന് മുൻപ് ഗൃഹപാഠം ചെയ്യണമെന്നും പോസ്റ്റ് ബാലിശമാണെന്നുമായിരുന്നു ബൽറാമിന്റെ പോസ്റ്റിനെതിരെ പ്രവാസി മലയാളി സജി മാർക്കോസിന്റെ വിമർശനം. റോഡ് നിർമ്മിച്ച KNR കൺസ്ട്രക്ഷന്റെ ട്രാക്ക് റെക്കോർഡും സജി മാർക്കോസ് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ദേശീയപാത അതോറിറ്റിക്കാണ് പ്രാഥമിക ഉത്തരവാദിത്തമെങ്കിലും കേരള PWDയുടെ NH ഡിവിഷന് ഉത്തരവാദിത്തമുണ്ടെന്ന് പറയുന്നവരുമുണ്ട്. ദേശീയപാത വികസനത്തിന് ഏറ്റവും കൂടുതൽ തുക നൽകിയത് പിണറായി സർക്കാരാണെന്നും ഭൂമി ഏറ്റെടുത്ത് നൽകിയതൊഴിച്ചാൽ നിർമ്മാണത്തിൽ പങ്കില്ലെന്ന വാദമാണ് ഇപ്പോൾ ഇടതനുകൂലികൾ പറയുന്നത്. എങ്കിൽ പിന്നെ ദേശീയപാതയുടെ പേരിൽ ഫ്ലക്സ് എന്തിനായിരുന്നു? അവരെ ആരെയും ഇപ്പോൾ കാണാനില്ല എന്നാണ് ഇതിനുള്ള മറുപടി. ന്യൂസ് ഡെസ്ക്, News 18. തലസ്ഥാന നഗരത്തിലെ സ്മാർട്ട് റോഡുകളുടെ ക്രെഡിറ്റ് ആർക്ക് എന്നതിൽ CPM മന്ത്രിമാർക്കിടയിൽ തർക്കം. തദ്ദേശ വകുപ്പിന്റെ പദ്ധതിയുടെ ക്രെഡിറ്റ് പൊതുമരാമത്ത് മന്ത്രി തട്ടിയെടുത്തെന്നാണ് പരാതി. തദ്ദേശ മന്ത്രി MB രാജേഷിന്റെ പരാതിയെ തുടർന്നായിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്മാറ്റം. എന്നാൽ അനാരോഗ്യം കാരണമാണ് മുഖ്യമന്ത്രി വരാത്തതെന്നാണ് ഓഫീസിന്റെ വിശദീകരണം. മാസങ്ങളോളം തലസ്ഥാനവാസികളെ ബുദ്ധിമുട്ടിച്ചെങ്കിലും തലസ്ഥാനത്തെ റോഡുകൾ ഇപ്പോൾ മികച്ച നിലവാരത്തിലാണ്. എന്നാൽ ഇതിന്റെ ക്രെഡിറ്റ് ആർക്ക് എന്നതിനെ ചൊല്ലിയാണ് രണ്ട് വകുപ്പുകൾ തമ്മിൽ തർക്കം. കേന്ദ്രത്തിന്റെ സഹായത്തോടെ നടപ്പാക്കിയ പദ്ധതിയിൽ തദ്ദേശ വകുപ്പാണ് കൂടുതൽ പണം ചെലവഴിച്ചത്. തിരുവനന്തപുരം നഗരസഭയുടെ വിഹിതവും ഉണ്ടായിരുന്നു. പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല മാത്രമായിരുന്നു പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള റോഡ് ഫണ്ട് ബോർഡിന്. എന്നാൽ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി തലസ്ഥാനത്തിരുന്ന ഫ്ലക്സുകളിലും പത്രപരസ്യങ്ങളിലും നിറഞ്ഞു നിന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും. തദ്ദേശ മന്ത്രി MB രാജേഷിനെയും മേയർ ആര്യ രാജേന്ദ്രനെയും ഒഴിവാക്കി. ഇതിലുള്ള അതൃപ്തി മുഖ്യമന്ത്രി നേരിൽ കണ്ട് MB രാജേഷ് അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്മാറിയത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നു എന്നായിരുന്നു വിശദീകരണം. എന്നാൽ അടുത്ത ദിവസം രാവിലെ പ്രൊഫഷണലുകളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ 1.5 മണിക്കൂറിലേറെ മുഖ്യമന്ത്രി പ്രസംഗിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ മന്ത്രി V ശിവൻകുട്ടി റോഡുകൾ ഉദ്ഘാടനം ചെയ്തു. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും പങ്കെടുത്തു. സ്മാർട്ട് റോഡുകളെ ചൊല്ലി CPMൽ തർക്കമുണ്ടാകുന്നത് ഇതാദ്യമല്ല. ജനങ്ങളെ ദുരിതത്തിലാക്കി റോഡ് നിർമ്മാണം വൈകുന്നതിൽ CPM MLA കടകംപള്ളി സുരേന്ദ്രൻ പരസ്യ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിന് മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി പറഞ്ഞതോടെ ഭിന്നത മറനീക്കി. അന്ന് എതിർത്ത കടകംപള്ളി സുരേന്ദ്രനെയും ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയെന്നതും ശ്രദ്ധേയം. പ്രതിപക്ഷം സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചിരുന്നു. കേന്ദ്ര സഹായത്തോടെയുള്ള പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് കേന്ദ്ര പ്രതിനിധികളെ ഒഴിവാക്കിയതിൽ BJPയും പ്രതിഷേധിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറം കാളികാവിലെ ആളെ കൊല്ലി കടുവയെ കണ്ടെത്തി. കേരള എസ്റ്റേറ്റ് മേഖലയിലാണ് കടുവയെ കണ്ടെത്തിയത്. ദൌത്യസംഘം അവിടേക്ക് നീങ്ങി. CV അനുമോദ് മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, ഏകദേശം ഒരാഴ്ചയോളം നീണ്ട ദൌത്യമാണ്. ഇപ്പോൾ ഒടുവിൽ കൃത്യമായി കടുവയെ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൌത്യസംഘത്തിന്റെ ഇനിയുള്ള നീക്കം അതെങ്ങനെയാണ്? അതീവ ദുഷ്കരമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ദൗത്യസംഘം ഉള്ളത്. കരുവാരുകുണ്ട് മഞ്ഞൾപ്പാറ മേഖലയിൽ കുത്തനെ ഉള്ള മലയോര മേഖലയിലാണ് ദൗത്യസംഘം ഇപ്പോഴുള്ളത്. വലിയ ബുദ്ധിമുട്ട് അവിടേക്ക് എത്തിച്ചേരുവാൻ അനുഭവപ്പെടുന്നുണ്ട്. കുങ്കിയാനകളെ അവിടേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യമല്ല. ദൗത്യത്തിനിടെ DFOയുടെ കാലിന് പരിക്കേറ്റ് അദ്ദേഹം മലയിറങ്ങുന്നു എന്നൊരു പുതിയ വിവരം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കുത്തനെയുള്ള കയറ്റമായതുകൊണ്ട് വളരെ ദുഷ്കരമായ സാഹചര്യമാണ് അവിടെ ദൗത്യസംഘത്തിന് മുൻപിൽ ഉള്ളത്. എത്തിച്ചേരുക അതീവ ദുഷ്കരമാണ്. രാത്രിയാകുന്നതോടെ ഈ ദൗത്യം കുറെ കൂടി ബുദ്ധിമുട്ടാകുന്ന സാഹചര്യമുണ്ടാകും. മഴ മാറി നിൽക്കുന്നത് മാത്രമാണ് അവിടെ ഇപ്പോൾ ആശ്വാസകരമായ ഒരു കാര്യം. ഇന്ന് വൈകുന്നേരം 4 മണിയോടെയാണ് ഈ പ്രദേശത്ത് കരുവാരകുണ്ട് മഞ്ഞൾപ്പാറ മദാരി മേഖലയിൽ നാട്ടുകാർ ഒരു പുഴയുടെ അരികിൽ കടുവയെ കണ്ടതായുള്ള വിവരം വനംവകുപ്പിനെ അറിയിച്ചത്. തുടർന്ന് ദൗത്യസംഘം അവിടേക്ക് എത്തുകയും 4 സംഘങ്ങളായി തിരിഞ്ഞ് മയക്കുവെടി വയ്ക്കാനുള്ള സന്നാഹങ്ങളടക്കം ആയി കാട് കയറുകയും ചെയ്തു. കാട്ടിൽ കടുവയുടെ കാൽപാദത്തിൻ്റെ അടയാളങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഈ അടയാളങ്ങൾ കൂടി പരിശോധിച്ചാണ് ദൗത്യസംഘം ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. 2 വെല്ലുവിളികളാണ്. 1, രാത്രി ഇരുൾ വീഴുന്ന സാഹചര്യം. 2, ഈ ഭൂപ്രകൃതി കുത്തനെയുള്ള മേഖലയായതുകൊണ്ട് വലിയ ദുഷ്കരമായ രീതിയിലാണ്
അവിടെ സാഹചര്യങ്ങളുള്ളത്. കുങ്കിയാനകളെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നതും ഈ ഘട്ടത്തിൽ പ്രതിസന്ധിയുടെ ആഴം കൂട്ടുന്നതാണ്. എന്നാലും ഇപ്പോൾ ഇത്രയും അടുത്ത് കടുവയെ കണ്ട സാഹചര്യത്തിൽ എത്ര പരമാവധി ഈ ദിവസം ഈ രാത്രി ദൗത്യം പൂർത്തീകരിക്കാൻ തന്നെയാണ് ലക്ഷ്യമിടുന്നതെന്നാണ് ദൗത്യ സംഘാംഗങ്ങൾ അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായും CV അൻമോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആളെക്കൊല്ലി കടുവയെ അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കേരള എസ്റ്റേറ്റ് മേഖലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ ദൗത്യ സംഘത്തിന് ഈ ദൗത്യം വളരെ ദുഷ്കരമായിരിക്കും എന്നുള്ളതാണ് സാഹചര്യം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കും. ഇന്ന് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ വെള്ളിയാഴ്ച ശക്തമായ മഴയുണ്ടാകും. ഈ ജില്ലകളിൽ മറ്റന്നാൾ ഓറഞ്ച് അലർട്ടാണ്. ശനി, ഞായർ ദിവസങ്ങളിൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. പാക് ഭീകരത ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനുള്ള സർവകക്ഷി സംഘങ്ങൾ യാത്ര തിരിച്ചു. JDU നേതാവ് സഞ്ജയ് ഝാ നയിക്കുന്ന സംഘം ഇന്ന് ഉച്ചയോടെ ജപ്പാനിലേക്ക് പുറപ്പെട്ടു. CPM MP ജോൺ ബ്രിട്ടാസ് അടക്കം 8 പേരാണ് സംഘത്തിലുള്ളത്. ജപ്പാന് ശേഷം ദക്ഷിണ കൊറിയ, ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളും ഇവർ സന്ദർശിക്കും. ശിവസേന നേതാവ് ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള രണ്ടാമത്തെ സംഘം രാത്രി 9 മണിയോടെ UAEക്ക് തിരിക്കും. DMK നേതാവ് കന്നിമൊഴി നയിക്കുന്ന സംഘം നാളെ യാത്ര തിരിക്കും. 3 സംഘങ്ങളുമായും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ശശി തരൂർ, സുപ്രിയ സുലെ, രവിശങ്കർ പ്രസാദ്, ബൈജയന്ത് പാണ്ഡ എന്നിവർ നയിക്കുന്ന സംഘങ്ങളും അടുത്ത ദിവസങ്ങളിൽ യാത്ര തിരിക്കും. പാലക്കാട് വാണിയംകുളം മാന്നന്നൂരിൽ വീടുകളിൽ സ്ഥാപിച്ച കുടിവെള്ള പൈപ്പിലൂടെ വെള്ളം വന്നില്ലെങ്കിലും ബില്ല് വന്നതുകണ്ട് ഞെട്ടിയിരിക്കുകയാണ് വീട്ടുകാർ. 15,000 രൂപ മുതൽ 1 ലക്ഷം വരെയാണ് ബില്ല് വന്നിട്ടുള്ളത്. സംഭവത്തിൽ നാട്ടുകാർ വാട്ടർ അതോറിറ്റിക്ക് പരാതി നൽകി. വാണിയംകുളം പഞ്ചായത്തിലെ മനിശ്ശേരിയിലെ വിവിധയിടങ്ങളിലാണ് ഭീമമായ കുടിവെള്ള ബില്ല് ജനങ്ങളെ വലയ്ക്കുന്നത്. മാന്നന്നൂർ, ചെറുകാട്ടുപുലം ഭാഗങ്ങളിൽ 2025 ജനുവരിയിലാണ് പുതിയ കണക്ഷൻ ലഭിച്ചത്. 5 മാസങ്ങൾക്കിപ്പുറം 2 ബില്ലുകളാണ് കണക്ഷൻ എടുത്തവർക്ക് ലഭിച്ചത്. കഴിഞ്ഞ മാസം 74 ഉറുപ്പ്യ അടയ്ക്കണം പറഞ്ഞൊരു ബില്ല് വന്നു. ഇപ്പൊ ഈ മാസം നോക്കുമ്പോൾ 33,000 ആണ് ബില്ല് വന്നിരിക്കുന്നത്. അതിപ്പോ എന്താണെന്നൊന്നും അറിയില്ല. ഞങ്ങൾ അത്രയൊന്നും ഉപയോഗിക്കുന്നില്ല. ഞങ്ങൾക്ക് ആദ്യം പഞ്ചായത്തിന്റെ വക വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് ഉപയോഗിച്ചായിരുന്നില്ല. ഇത് കണക്ഷൻ കിട്ടിയിട്ട് അവിടെ കിടക്കായിരുന്നു. ഇതിപ്പോ എത്രയായി കണക്ഷൻ എടുത്തിട്ട്? കണക്ഷൻ എടുത്തിട്ട് ഇപ്പോ 1 കൊല്ലമായിട്ടുണ്ടാവുന്ന തോന്നണത്. അത് അത്ര ഓർമ്മയില്ല. ആദ്യത്തെ ബില്ലിൽ മിനിമം തുകയായ 74 രൂപ അടയ്ക്കണമെന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ രണ്ടാമത്തെ ബില്ല് വന്നതിലാകട്ടെ 10,000ങ്ങളുടെ വ്യത്യാസം. 13,000-ഉം 25,000-ഉം 50,000-ഉം 85,000-ഉം തുടങ്ങി ഭീമമായ തുകകളുടെ ബില്ലുകൾ ലഭിച്ചവർ എന്തു ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയാണ്. ചിലർ പഞ്ചായത്തിനെ സമീപിച്ചു, ചിലർ വാട്ടർ അതോറിറ്റിയെ സമീപിച്ചു. തുകയിൽ വ്യത്യാസമുള്ളവരോട് പരാതി നൽകാനാണ് വാട്ടർ അതോറിറ്റി അധികൃതർ പറഞ്ഞത്. ഇതുപ്രകാരം പരാതിയും നൽകി. പരിഹാരത്തിനായി കാത്തിരിക്കുകയാണ് ഈ പ്രദേശവാസികൾ. ന്യൂസ് 18 പാലക്കാട്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. 3.5 വയസ്സുകാരിയെ ചാലക്കുടി പുഴയിൽ എറിഞ്ഞ് കൊന്നത് സന്ധ്യ കൃത്യമായി ആസൂത്രണം ചെയ്തെന്ന നിഗമനത്തിൽ പോലീസ്. മകളെ കൊലപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് സന്ധ്യ അങ്കണവാടിയിൽ നിന്നും കൂട്ടിയതെന്നും ആദ്യം പെരിയാറിൽ തള്ളാനാണ് ലക്ഷ്യമിട്ടതെന്നും പോലീസ് പറയുന്നു. അതേസമയം സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് ഭർത്താവ് സുഭാഷ് പറഞ്ഞു. കേസിൽ സുഭാഷിന്റെ അമ്മ, സുഭാഷിന്റെയും സന്ധ്യയുടെയും 10 വയസ്സുള്ള മകൻ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തി. തളർന്നു കിടക്കുന്ന ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന് കുടുംബ ഗ്രൂപ്പിൽ ഭർത്താവിന്റെ ഓഡിയോ സന്ദേശം. തൃത്താല ഒതളൂർ കൊങ്ങശ്ശേരി വളപ്പിൽ ഉഷാ നന്ദിനിയാണ് മരിച്ചത്. ഭർത്താവ് മുരളീധരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലക്കാട് തൃത്താലയിലാണ് ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന് കുടുംബ ഗ്രൂപ്പിൽ ഭർത്താവ് ഓഡിയോ സന്ദേശം അയച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃത്താല ഒതളൂർ കൊങ്ങശ്ശേരി വളപ്പിൽ 57 വയസ്സുകാരി ഉഷാ നന്ദിനിയാണ് മരിച്ചത്. വിവരമറിഞ്ഞ് തൃത്താല പോലീസ് സ്ഥലത്തെത്തി. സംഭവത്തിൽ ഭർത്താവ് 62-കാരൻ മുരളീധരനെ തൃത്താല പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉഷാ നന്ദിനിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഭർത്താവ് പോലീസിനോട് പറഞ്ഞത്. ഉഷാ നന്ദിനി മാസങ്ങളോളമായി തളർന്നു കിടപ്പിലാണ്. ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാർ, തൃത്താല SI എന്നിവരും സ്ഥലത്തെത്തി. ന്യൂസ് 18 പാലക്കാട്. കൊല്ലം പുനലൂരിൽ കാണാതായ ആളുടെ മൃതദേഹം വീടിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം കാണാതായ പുനലൂർ കുതിരച്ചിറ ജിയോഫി ഭവനിൽ 63 വയസ്സുള്ള സാബു ജോർജിന്റെ മൃതദേഹമാണ് കുടുംബ വീടിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ നിന്നും കണ്ടെത്തിയത്. ബന്ധുക്കൾ പുനലൂർ പോലീസിൽ ഇന്നലെ പരാതി നൽകിയിരുന്നു.
പോലീസ് സാബുവിന്റെ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ വീടിന്റെ 1/2 കിലോമീറ്റർ ചുറ്റളവിലാണെന്ന് മനസ്സിലായിരുന്നു. ടാപ്പിംഗിനെത്തിയ തൊഴിലാളികളാണ് സാബുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ചിതറയിൽ സുജിനും അനന്തവും ഭാരവാഹിത്വം വഹിച്ച ക്ഷേത്രോത്സവത്തിൽ പ്രതികൾ ബഹളമുണ്ടാക്കിയ സംഭവമായിരുന്നു പ്രശ്നങ്ങൾക്ക് തുടക്കം. തുടർന്ന് ഇരുവരുമായി വിരോധത്തിലായ പ്രതികൾ വിവിധയിടങ്ങളിൽ കാണുമ്പോൾ വാക്കുതർക്കമുണ്ടാക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 10:30 പ്രതികളിൽ 2 പേർ എത്തി സുജിനെയും അനന്തുവിനെയും അസഭ്യം വിളിക്കുകയും ചെയ്തു. തുടർന്ന് സുജിനും അനന്തവും ബൈക്കിൽ പോകവെ ആളൊഴിഞ്ഞയിടത്ത് വെച്ച് പ്രതികൾ സംഘം ചേർന്ന് ഇരുവരെയും ആക്രമിച്ചു. ഈ കൊല ചെയ്തിരിക്കുന്ന ഈ പ്രതികൾ എന്ന് പറയുന്നത് ഇവിടെ നിരവധി കഞ്ചാവ് കച്ചവടത്തിലും എല്ലാം ഏർപ്പെട്ടിരിക്കുന്നതാണ്. പല പ്രാവശ്യവും ഈ ഉണ്ണിക്കുട്ടൻ ഈ കഞ്ചാവ് ഇവരുടെ വിൽപ്പന, ഈ പ്രതികളുടെ കഞ്ചാവ് വിൽപ്പനയ്ക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അതിലുള്ള വൈരാഗ്യ നിമിത്തമാണ് പല ദിവസവും ആക്രമിക്കാൻ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതായിട്ട് ഈ ഉണ്ണിക്കുട്ടൻ നമ്മളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കഞ്ചാവ് ലോബിക്കെതിരെ തിരിഞ്ഞതിന്റെ ഒരു ഭാഗമായിട്ടാണ് യഥാർത്ഥത്തില് ഇപ്പോൾ ഈ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവം നടന്നിരിക്കുന്നത്. ബൈക്ക് തടഞ്ഞു നിർത്തി സുജിന്റെ മുതുകിൽ കുത്തുകയും തടയാൻ ശ്രമിച്ച അനന്തുവിനെ ആക്രമിക്കുകയും ചെയ്തു. തുടർന്ന് പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. ഗുരുതരമായി പരിക്ക് പറ്റിയ ഇരുവരെയും കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. എങ്കിലും സുജിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ചിതറ പോലീസിന്റെ അന്വേഷണത്തിൽ 5 പേരെ പിടികൂടി. തുമ്പമൺതൊടി സ്വദേശികളായ വിവേക്, സൂര്യജിത്ത്, ബിജു, വിജയ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. സുജിനെ കുത്തിയത് 1-ാം പ്രതി സൂര്യജിത്താണെന്ന് എഫ്ഐആറിൽ പറയുന്നു. കുത്തിപ്പരിക്കേൽപ്പിക്കാനായി 3 പ്രതികൾ ചേർന്ന് സുജിനെ ബലമായി പിടിച്ചുവെച്ചുവെന്നും എഫ്ഐആറിലുണ്ട്. സുജിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അനന്തുവിനെ കുത്തിയത് 2-ാം പ്രതി ലാലുവാണെന്നും പോലീസ് കണ്ടെത്തി. ആക്രമിക്കുക എന്നതിനപ്പുറം ഇരുവരെയും കൊലപ്പെടുത്തുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്നും എഫ്ഐആറിൽ പറയുന്നു. പരിക്കേറ്റ അനന്തു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. തുടർ നടപടികൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 കൊട്ടാരക്കര. തമിഴ്നാട്ടിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച മൂന്നാർ സ്വദേശികളായ ഒരു കുടുംബത്തിലെ 3 പേർക്ക് തോട്ടം മേഖലയുടെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. മൂന്നാർ ഗൂഡാവിള സ്വദേശിയും ഇപ്പോൾ കുറ്റ്യാർവാലിയിൽ താമസിക്കുന്നതുമായ നിക്സൺ എന്ന് വിളിക്കുന്ന രാജ, ഭാര്യ ജാനകി, മകൾ ഹെമിമിത്ര എന്നിവരായിരുന്നു ഇന്നലെ ഉണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ടത്. മൂന്നാറിലെത്തിച്ച 3 പേരുടെയും മൃതദേഹം പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. തമിഴ്നാട് തിരുപ്പൂരിന് സമീപം കാങ്കയത്തായിരുന്നു ഇന്നലെ രാവിലെ വാഹനാപകടമുണ്ടായത്. രാജയും ഭാര്യ ജാനകിയും മകൾ ഹെമിമിത്രയും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ജാനകി തമിഴ്നാട്ടിലെ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. കുട്ടികളുടെ പഠനം നടന്നിരുന്നതും ഇവിടെയാണ്. മറയൂരിലെ ഒരു ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ഇന്നലെ പുലർച്ചെ ജാനകിയുടെ ജോലി സ്ഥലത്തേക്ക് 4-അംഗ കുടുംബം സഞ്ചരിക്കവെയാണ് അപകടം 3 ജീവൻ കവർന്നത്. കാർ പാതയോരത്തെ മരത്തിലിടിച്ചായിരുന്നു അപകടം. രാജയുടെയും ജാനകിയുടെയും മറ്റൊരു മകൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 3 മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് രാത്രി മൂന്നാറിലെത്തിച്ചു. ഗൂഡാർവിള എസ്റ്റേറ്റിലെ ബന്ധുവീട്ടിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചു. അഡ്വക്കേറ്റ് എ രാജ MLA, മുൻ MLA AK മണിയടക്കം നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് ഭാരവാഹികളും ആദരാഞ്ജലി അർപ്പിച്ചു. പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ ഗൂഡാർവിള സെന്റ് ജോസഫ് റോമൻ കാത്തലിക് ചർച്ച് സെമിത്തേരിയിൽ സംസ്കരിച്ചു. ന്യൂസ് 18 ഇടുക്കി. കേന്ദ്ര സർക്കാരിനെതിരെ തമിഴ്നാട് വീണ്ടും നിയമ പോരാട്ടത്തിന്. ദേശീയ വിദ്യാഭ്യാസ നയവും PM ശ്രീയും നടപ്പാക്കാത്തതിന്റെ പേരിൽ കേന്ദ്ര സമഗ്ര ശിക്ഷാ പദ്ധതിയിലെ ഫണ്ടുകൾ തടഞ്ഞുവെക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. സംസ്ഥാനത്തിന് ലഭിക്കേണ്ട 2291 കോടി രൂപ അനുവദിക്കാൻ ഇടപെടണം എന്നാണ് ഹർജിയിലെ ആവശ്യം. കേന്ദ്ര സർക്കാർ നടപടി ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായി പ്രഖ്യാപിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ 26 മാവോയിസ്റ്റുകളെ വധിച്ച് സുരക്ഷാ സേന. നാരായൺപൂർ ജില്ലയിലെ അബുജ്മാഡിൽ വനമേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഒരു ജവാന് പരിക്കേറ്റതായും തെരച്ചിൽ തുടരുകയാണെന്നും ഉപമുഖ്യമന്ത്രി വിജയ് ശർമ്മ പ്രതികരിച്ചു. സംസ്ഥാനത്തെ മാവോയിസ്റ്റ് മുക്തമാക്കുകയാണ് ലക്ഷ്യമെന്നും ഉപമുഖ്യമന്ത്രി പറഞ്ഞു. പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങളെക്കുറിച്ച് അറിവ് പകരുകയാണ് തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേള. ഇടത് സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി നടക്കുന്ന മേളയിൽ പങ്കാളികളാകാൻ നിരവധി പേരാണ് എത്തുന്നത്. അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രദർശനമാണ് കനകക്കുന്നിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ പ്രധാന ആകർഷണം. തീപിടുത്തം, ഉരുൾപൊട്ടൽ തുടങ്ങിയ അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന രക്ഷാപ്രവർത്തന രീതികളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അഗ്നിരക്ഷാ പ്രവർത്തകർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ എളുപ്പം തീയണയ്ക്കാൻ ഉപയോഗിക്കുന്ന റോബോട്ട്,
രക്ഷാപ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്ന ട്രൈപോഡ്, ബർമ ബ്രിഡ്ജ്, കമാൻഡോ ബ്രിഡ്ജ് എന്നിവയുടെ പ്രവർത്തന രീതികളും പൊതുജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നേരിട്ട് അനുഭവിച്ചറിയാനുള്ള അവസരവും മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളോ മറ്റും സംഭവിച്ച് പാലങ്ങളൊക്കെ തകർന്നു പോകുമ്പോൾ പബ്ലിക്കിന്, പൊതുജനങ്ങളെ സുരക്ഷിതരായിട്ട് ഇക്കരയ്ക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ബർമ ബ്രിഡ്ജ്. അപ്പോൾ ബർമ ബ്രിഡ്ജിലൂടെ എല്ലാ പേർക്കും പോകാൻ പറ്റുന്നതാണ്. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കും. രണ്ടാം ഇടത് സർക്കാരിന്റെ നേട്ടങ്ങൾ ഉൾപ്പെടെ എല്ലാവിധ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. സീഡിറ്റൊരുക്കിയ പ്രദർശനത്തിൽ വിഴിഞ്ഞം തുറമുഖം മുതൽ പ്രധാനമായി ആരംഭിച്ച വിവിധ പദ്ധതികൾ ഓഗ്മെന്റഡ് റിയാലിറ്റി വഴി പൊതുജനങ്ങൾക്ക് കണ്ടാസ്വദിക്കാനുള്ള അവസരവുമുണ്ട്. ശുചിത്വ മിഷൻ, വനം വകുപ്പ്, പൊതുഗതാഗതം ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുടെ വ്യത്യസ്തമാർന്ന പ്രദർശനങ്ങൾ മേളയിലെ ശ്രദ്ധ ആകർഷിക്കുന്നവയാണ്. പൊതുജനങ്ങൾക്ക് സർക്കാർ സംവിധാനങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ അറിവും മേള പങ്കുവയ്ക്കുന്നു. വ്യത്യസ്ത രുചികൾ ഒരുമിക്കുന്ന ഭക്ഷ്യമേളയിലും നല്ല രീതിയിലുള്ള ജനപങ്കാളിത്തമാണ് അനുഭവപ്പെടുന്നത്. അവധിക്കാലം അവസാനിക്കാറായതോടെ കുടുംബവുമൊത്ത് സമയം ചെലവഴിക്കാനും അല്പം അറിവ് നേടാനും മേളയിലേക്ക് എത്തുന്നവർ നിരവധിയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ലൈവ് at 6 പൂർണ്ണമാകുന്നു. നമസ്കാരം.